friends, welcome to RJ's physics classes. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അതിലെ കാഴ്ചകൾ നമ്മൾക്ക് ഇഷ്ടമായി. ആ ചാപ്റ്റർ നമ്മൾ ഭംഗിയായി മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കണം. ഇനി നമ്മൾക്ക് പോവാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 2. അതിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ സെക്കൻഡ് പാർട്ടിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്, എ വെരി സിമ്പിൾ ചാപ്റ്റർ ആൻഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. വളരെ സിമ്പിൾ ആണ് ആ ചാപ്റ്റർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ചാപ്റ്റർ. ഒരു ഗുണം ഉള്ളത്, കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഇതിന്റെ കുറെ ഭാഗങ്ങൾ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിച്ചിരുന്നു. ഓക്കെ, ഇതില് ആദ്യത്തെ പോയിന്റ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പക്ഷെ ഈ പോയിന്റിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനേഷൻ ആണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു മിത്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് ആക്ച്വലി ഡെഫിനിഷൻ ഇല്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് ഡെഫിനിഷൻ ഇല്ല. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. We can start with the quantity potential difference. Electric potential ന് ഡെഫിനിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള പോയിന്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചിരുന്നു. It is the work done to bring a unit mass from one point to another point against gravitational field without any acceleration. It is a work done to bring a unit mass from one point to another point against gravitational field without any acceleration. അല്ലെ, 1 കിലോഗ്രാം ഉള്ള ഒരു മാസിനെ ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യണ വർക്ക് ഡൺ. യൂണിറ്റ് മാസിനെ ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഗ്രാവിറ്റേഷനില് യൂണിറ്റ് മാസിനെയാണ് നമ്മൾ മൂവ് ചെയ്യിച്ചത്. ഒരിക്കൽ കൂടെ, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് against gravitational field without any acceleration. ഗ്രാവിറ്റേഷനിലെ യൂണിറ്റ് മാസ് ആണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താവും? നമുക്കറിയാലോ, Gm1m2/r². അതായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എത്തിയപ്പോ എന്തായിട്ട് മാറി? K into Q1 Q2 divided by r² ആണല്ലോ. സോ മാസ് is replaced by charge. യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ എന്തായിരിക്കാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താവും? ആലോചിച്ച് നോക്കൂ. ഐഡിയ കിട്ടിയോ? അതന്നെ സർ, മനസ്സിലായി. ഇറ്റ്സ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ. എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ബി എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റ്, ബിയിൽ നിന്ന് എയിലേക്ക് നമ്മളൊരു മാസിനെ കൊണ്ടുവരാം. ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ. ആ വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, or simply electric potential difference. Okay, so it can be written as VA minus VB equal to work done by the external force to move a charge from one point to another point. W is the work done by external force to move a charge from one point to another point.
നമുക്ക് ചാർജ് അല്ല വേണ്ടേ, നമുക്ക് എന്താ വേണ്ടേ? യൂണിറ്റ് പോസിറ്റീവ് ചാർജാ വേണ്ടേ. സോ ക്യൂ ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് ഇത്. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? വളരെ സിമ്പിൾ അല്ലേ. 3 കിലോ ആപ്പിളിന് 360 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിന്റെ റേറ്റ് എത്രയാവും? അത് സർ ഞങ്ങൾക്ക് നല്ലോണം അറിയാലോ. 360/3 120 rupees. ഇതേ സംഭവം തന്നെ ഇവിടെയുള്ളൂ. ക്യൂ ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് W. അപ്പൊ ഒരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? W/Q. 3 കിലോന് 360. 1 കിലോന് ഈ 3 ഇങ്ങോട്ട് പോവല്ലേ ചെയ്തേ? 360/3. അങ്ങനെയാണെങ്കിൽ ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ W. അപ്പൊ ഒരു ചാർജിനെ കൊണ്ടുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? W/Q. Okay, so VA minus VB equal to W/Q. Okay, ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. അതിന്റെ ഡെഫിനിഷൻ ഒരിക്കൽ കൂടെ പറയാം. ആ ഡെഫിനിഷൻ പറയണതിന്റെ മുന്നേ, അല്ലെങ്കിൽ ഡെഫിനിഷൻ പഠിക്കണതിന്റെ മുന്നേ അതെന്താ സംഭവം എന്ന് ഒന്ന് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്ത് പോകാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, സോ നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയൊരു സംഭവം ഉണ്ട്. ബുക്കും പെന്നും കയ്യിലുണ്ടല്ലോ, എഴുതാൻ റെഡി ആയിട്ടായിരിക്കണം ഇരിക്കണത്. ഓക്കെ, ഞാൻ പറയുമ്പോ അത് എഴുതി പോവലായിരിക്കും ഏറ്റവും നല്ലത്. പറയണ മൊമെന്റിലല്ല, ഇനി നിങ്ങൾക്ക് എഴുതാം എന്ന് പറയുന്ന സമയത്ത് എഴുതലായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ. ഓക്കെ, ആ വർക്ക് ഡണ്ണിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിതൗട്ട് എനി ആക്സിലറേഷൻ ഓർ സിംപ്ലി വിതൗട്ട് എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വിതൗട്ട് എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, സോ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചാൽ സിമ്പിൾ, ഇറ്റ്സ് എ വർക്ക് ഡൺ. ഒറ്റ വാക്യമായി കൃത്യമായിട്ട് അതിൽ പഠിക്കാവുള്ളൂ. ഓക്കെ, മര്യാദക്ക് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒറ്റ വാക്ക് അതിൽ പഠിച്ചാൽ, ഒറ്റ ടേം അതിൽ പഠിച്ചാൽ അത് തീരും. വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സിമ്പിൾ, ഇറ്റ്സ് എ വർക്ക് ഡൺ. പിന്നെ സ്വയം ചോദിക്കുക, എന്തിനുള്ള വർക്ക് ഡൺ? ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. എവിടുന്ന്? ഫ്രം വൺ പോയിന്റ് എങ്ങട്ട്? ടു അനദർ പോയിന്റ് എങ്ങനെ? എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വിതൗട്ട് എനി ആക്സിലറേഷൻ. ഞാൻ ആ ഫോഴ്സ് ഉള്ളത് മാറ്റിയിട്ട് ഇവിടെ എന്താക്കി മാറ്റി? ഫീൽഡ് എന്നാക്കി മാറ്റി. കാരണം ഫീൽഡ് കൂടെ നീക്കുമ്പോഴാണല്ലോ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നത്. ഓർ സിംപ്ലി ഫീൽഡ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ്സ് എ വർക്ക് ഡൺ. എന്തിനുള്ള വർക്ക് ഡൺ? ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. എവിടുന്ന്? ഫ്രം വൺ പോയിന്റ് എങ്ങട്ട്? ടു അനദർ പോയിന്റ് എങ്ങനെ? against electric field without any acceleration, without change in kinetic energy. നമ്മൾ കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സിൽ പഠിച്ച ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ടാവും. A very simple process so that its changes cannot be identified. ഈ സ്റ്റൈലിലായിരിക്കണം മൂവ് ചെയ്യണത്. ഓക്കെ, വളരെ പതുക്കെ യൂണിഫോം വെലോസിറ്റിയിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് വെക്കണം. ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കണം എന്ന് പറഞ്ഞെടുത്ത് എറിയരുത്. നമ്മുടെ എന്തെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞാലേ, ഇപ്പൊ നമ്മളെ സ്കൂളില് ഒരു ഗ്ലാസിന്റെ ഒരു ക്യൂബ് പോലുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ പറയാണ്. ടീച്ചർ പറയാണ് തൊട്ടടുത്ത ലാബിൽ നിന്ന് ആ ഒരു ഗ്ലാസ് ക്യൂബ് എടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് സാവധാനം കൊണ്ടുവന്ന് ടീച്ചറെ മുന്നിലുള്ള ടേബിളിൽ വെക്കുകയല്ലേ ചെയ്യുക, അല്ലാണ്ട് ഡോറിന്റെ അടുത്ത് വന്ന് എറിഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുക? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യില്ല? വിളിക്കില്ല, ഉറപ്പാണ്. സോ അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ എങ്ങനെയാണ്? ഒരേ സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് അവസാനം വരെ ഒരേപോലെ. അതേപോലെ വിതൗട്ട് എനി ആക്സിലറേഷൻ, without any change in kinetic energy, we have to bring a unit positive charge from one point to another point. ഒരിക്കൽ കൂടെ, എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ? ഇറ്റ്സ് എ വർക്ക് ഡൺ. എന്തിനുള്ള വർക്ക് ഡൺ? ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. എവിടുന്ന്? ഫ്രം വൺ പോയിന്റ് എങ്ങട്ട്? ടു അനദർ പോയിന്റ് എങ്ങനെ? എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വിതൗട്ട് എനി ആക്സിലറേഷൻ. സോ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ എന്നെ ചോദിച്ചാൽ, നിങ്ങൾ എന്നെ നിങ്ങളോട് ചോദിക്കുക, അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും ഉറപ്പായിട്ടും.
What's the electric potential difference? It's a work done. എന്തിനെ? To bring a unit positive charge. എവിടുന്ന്? From one point. എങ്ങോട്ട്? To another point. എങ്ങനെ? Against electric field without any acceleration. ഓക്കെ, ഇനി അത് ഒന്നിച്ചാണ് പോയിട്ടുണ്ടെങ്കിൽ മോട്ടോർ പമ്പ് തുറന്നു വിട്ട പോലെ ഉണ്ടാവും, അടിച്ചു പൊളിച്ച് നമുക്കാണ് പോവാം. It's a work done to bring a unit positive charge from one point to another point against electric field without any acceleration, without change in kinetic energy. കൊടുങ്കാറ്റടിച്ച മാതിരി ഉണ്ടോ? No problem. You can easily move in that speed, not doubt at all. അങ്ങനെ 1 by 1 ആയിട്ട് സ്പീഡിൽ ബ്രെയിനിൽ ആലോചിച്ച് നോക്കൂ. What's potential difference? It's a work done to bring a unit positive charge from one point to another point against electric field without any acceleration, without change in kinetic energy. Got it? സംശയങ്ങളൊന്നുമില്ലല്ലോ, വളരെ ഈസി ആയിട്ട് ആ സംഭവം മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ potential difference VA minus VB equal to W divided by Q. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. ഈ ആ ഫിഗർ ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ആണ്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഇവിടുന്ന് R1 ഡിസ്റ്റൻസിലായിട്ട് ഒന്നാമത്തെ പോയിന്റ് എ, ഇവിടുന്ന് R2 ഡിസ്റ്റൻസിലായിട്ട് രണ്ടാമത്തെ പോയിന്റ് ബി. ഓക്കെ, ഈ പ്രാവശ്യം ഞാൻ ഇതിനെ മൂവ് ചെയ്യിക്കുന്നത് എവിടുന്നാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് ഞാൻ ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് വി ബി മൈനസ് വി എ. അതെന്താ സർ, നേരത്തെ നമ്മൾ എഴുതിയത് വി എ മൈനസ് വി ബി ആണല്ലോ, ഇപ്പൊ എന്താ വി ബി മൈനസ് വി എ എഴുതണത്? സിമ്പിൾ, ഇവിടുന്ന് ഇങ്ങോട്ടാ കൊണ്ടുവന്നത്. എപ്പോഴും നമ്മൾ എഴുതുക ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ? ഓക്കെ അല്ലേ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ മൈനസ് വി ബി ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q. ക്ലിയർ? ഓക്കെ, ഇനി ഇതിന്റെ ഡെറിവേഷൻ നടത്തണം. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ആൻസർ കിട്ടണം. സോ വി ഹാവ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യാം dW ന്റെ ഇക്വേഷൻ നമുക്കറിയാം. dW is F dot dr. വർക്ക് എനർജി ആൻഡ് പവറിൽ പഠിച്ച നിയമമാണ്. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് വർക്ക് ഡൺ. ഈ ഡെറിവേഷൻ പക്കാ സിമ്പിൾ ആട്ടോ, വളരെ ഈസി ആയിട്ടാണ് പോയിക്കോളും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്മോൾ വർക്ക് ഡൺ dW ഈക്വൽ ടു F ഡോട്ട് dr. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ W ഈക്വൽ ടു ഇന്റഗ്രൽ F ഡോട്ട് dr. ഓക്കെ, എവിടുന്ന് എങ്ങോട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോയിന്റ് ഒന്ന് മാറ്റി എഴുതിയാലോ? ഓക്കെ, ഇങ്ങനെ R1 R2 കുഴപ്പമില്ല, ഇവിടെ തന്നെ കേട്ടെ, വി ബി മൈനസ് വി എ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ബി ന്ന് എയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയണം. ഓക്കെ, ബി ന്ന് എയിലേക്ക് കൊണ്ടുവരുമ്പോ എന്ത് വരും? വി എ മൈനസ് വി ബി വരും. ബി ന്ന് എയിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറയുമ്പോ ദ എക്സ്പ്രഷൻ ബിക്കം വി എ മൈനസ് വി ബി. ഓക്കെ, so W equal to integral F dot dr. ശരിയല്ലേ? ഓക്കെ, എവിടുന്ന് എങ്ങോട്ടാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത്? R2 വിൽ നിന്ന് R1 ലേക്ക്. R2 ൽ നിന്ന് R1 ലേക്കാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഇങ്ങനെ എഴുതാനുള്ള ഒരു സൗകര്യത്തിനാട്ടോ, കാരണം എ മൈനസ് ബി എന്ന് എഴുതലല്ലേ, കുറച്ചും കൂടി ഭംഗി വിചാരിച്ചിട്ടാണ്. തിരിച്ചെഴുതിയാലും നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. മൈനസ് ഇന്റഗ്രൽ ഫോഴ്സിന് പകരം QE എന്ന് എഴുതിക്കൂടെ? ലിമിറ്റ് R2 ടു R1 ഡോട്ട് dr. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി Q നെ പുറത്തേക്ക് എടുക്കാം. സോ W ഈക്വൽ ടു മൈനസ് Q ഇൻറ്റു ഇന്റഗ്രൽ R2 ടു R1 E ഡോട്ട് dr. W by Q ഓടുന്ന് കിട്ടില്ലേ? W by Q നല്ലേ നമ്മൾ വി എ മൈനസ് വി ബി എന്ന് എഴുതിയേ. സോ വി എ മൈനസ് വി ബി ഈക്വൽ ടു, വേണ്ട അങ്ങനെ എഴുതിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട, W by Q ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ E ഡോട്ട് dr ഫ്രം R2 ടു R1.
ബിന്ന് എയിലേക്ക് കൊണ്ടുവരുമ്പോ ഇത് കൃത്യമായിട്ട് ആലോചിക്കണേ. ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ W by Q equal to minus integral R2 to R1 E dot dr. ഇതല്ലേ VA minus VB. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? VA minus VB equal to minus integral E എന്നുള്ളതിന്റെ വാല്യൂ നമുക്കറിയാലോ, 1 by 4 pi epsilon 0 Q by R square into dr. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ബൗണ്ടറി ഇട്ട് കൊടുക്കാം, രണ്ട് ഭാഗമാണെന്ന് കാണിക്കാം. ഇനി ഇതിൽ ആരെയാ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? അയ്യോ, എന്തോ മറന്നു. എന്താണ്? ഇവിടെ ലിമിറ്റ് R2, ഇവിടെ ലിമിറ്റ് R1. ഓക്കെ, സോ VA minus VB equal to ഈ ഇന്റഗ്രേഷനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണത് R എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിനെ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് Q by 4 pi epsilon 0 into integral 1 by R square dr. കുടുങ്ങി സർ, ഇന്റഗ്രേഷൻ ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. വേണ്ട, ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാണ് ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞ x raised to n plus 1 by n plus 1. ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞ x raised to n plus 1 divided by n plus 1. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1 by r square dr ന്റെ ആൻസർ ആദ്യം നമുക്ക് അയാളെ ഇങ്ങനെ എഴുതാം, r raised to minus 2 dr. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ വരിക? r raised to minus 2 plus 1 എന്ന് പറഞ്ഞാൽ minus 1 by minus 1. ആൻസർ is minus 1 by r. Okay, so VA minus VB equal to minus Q by 4 pi epsilon 0 into minus 1 by R. Limit R2 to R1. സംശയമില്ലല്ലോ? ഓക്കെ, ഈ മൈനസും മൈനസും ക്യാൻസൽ ആവും. സോ VA minus VB equal to Q by 4 pi epsilon 0 into 1 by R1 minus 1 by R2. This is the expression for potential difference between A and B. VA minus VB equal to Q by 4 pi epsilon 0 1 by R1 minus 1 by R2. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? ഒരിക്കൽ കൂടെ പറയാം. Potential difference is the work done to bring a unit positive charge from one point to another point against electric field without any acceleration, without change in kinetic energy. It's a work done. വേണമെങ്കിൽ ഒരു ടേം കൂടി ചേർക്കാതില്ലേ? It is a work done by the external force. Okay, to bring a unit positive charge from one point to another point against electric field without any acceleration, without change in kinetic energy. എന്ന് പറഞ്ഞാൽ സ്പീഡിലൊന്നും വ്യത്യാസം വരരുത്, ഒരേപോലെ വരണം. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതൊരിക്കൽ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി VA മൈനസ് VB എന്ന് പറഞ്ഞ W by Q. അത് മനസ്സിലായി സർ? കുഴപ്പമൊന്നുമില്ല. കാരണം Q ചാർജിനെ കൊണ്ടുവരാൻ W, അപ്പൊ ഒരു ചാർജിനെ കൊണ്ടുവരാൻ W ഡിവൈഡഡ് ബൈ Q. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് ലാസ്റ്റ് ഉള്ളതാണ്. ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ അത് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനെ മൈൻഡ് ചെയ്യണ്ട, അത് അവിടെ നോട്ടെ, നമ്മുടെ രാജ്യത്തുള്ളതല്ല. ഓക്കെ, ഇനി VA മൈനസ് VB എന്ന് പറഞ്ഞ W by Q dW equal to F dot dr. dW F dot dr ആണെങ്കിൽ W എന്താ വരിക? ഇന്റഗ്രൽ F dot dr. W equal to integral F dot dr. ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, സോ W equal to, അത് ശരിയാവൂല സാർ, ഒരു നെഗറ്റീവ് സൈൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇത് എവിടുന്നാ വന്നേ? ചിലപ്പോ കുറെ നേരമായിട്ട് ഒരാളെ ചിന്തതായിരിക്കും, സാർ എന്തിനാ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടെ? ആ നെഗറ്റീവ് സൈനിന്റെ ആവശ്യം എന്താണ്? എന്തിനായിരിക്കും ഈ നെഗറ്റീവ് സൈൻ ഇട്ടെ? ആ ഡെഫിനിഷനിൽ ഒരു ചെറിയ തരികൾ ഒപ്പിച്ചിട്ടുണ്ട്. The work done to bring a unit positive charge from one point to another point against electric field. ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാം.
അതൊരു ചെറിയ തർക്കം ഉണ്ടാക്കുന്ന സംഭവമാണ്. എന്തുകൊണ്ട് എഗെയിൻസ്റ്റ് നമുക്ക് പറയാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഈ എഗെയിൻസ്റ്റ് കാണിക്കാൻ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ടേം എന്താണ്? നെഗറ്റീവ് സൈൻ. അതാണ് ഈ നെഗറ്റീവ് സൈന് കാരണം. അപ്പൊ നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ്? മനസ്സിലായി. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങട്ടാ തള്ളണതെങ്കിൽ നമ്മൾ തിരിച്ചാ തള്ളുക. അപ്പൊ മൈനസ് വേണമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് പിടിച്ച് വലിക്കുകയാണെങ്കിലോ നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് തള്ളുക ചെയ്യാം. ഓക്കെ, എന്താണ് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ നെഗറ്റീവ് സൈനിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇതിലെ ക്യൂനെ പുറത്തെടുത്തു, ക്യൂനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് W by Q കിട്ടി. W by Q equal to minus integral R2 to R1 E dot dr. ഓക്കെ, ഞാൻ എടുത്ത ഫിഗർ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ബി മുതൽ എ വരെയാണ് നമ്മൾ മൂവ് ചെയ്യണത്. സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ വരിക VA minus VB equal to minus integral R2 to R1 1 by 4 pi epsilon 0 Q by R square dr. D കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ R ആണ്. ഡി കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ആർ ആണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉള്ളിലെ ആർ എന്നുള്ള ടേം മാത്രം അവിടെ നിർത്തുക, അല്ലാത്തതൊക്കെ പുറത്തേക്ക് എടുക്കുക. സോ മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ 1 ബൈ ആർ സ്ക്വയർ ഡി ആർ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി 1 ബൈ ആർ സ്ക്വയർ ഡി ആറിന്റെ വാല്യൂ മൈനസ് 1 ബൈ ആർ ആണ്. അത് സർ മനസ്സിലായില്ല, ഇതെങ്ങനെ ഇങ്ങനായേ? ആർ റേസ് ടു മൈനസ് 1 താഴേക്ക് കൊണ്ടേക്കൂടെ? 1 ബൈ ആർ വരും, ഈ മൈനസ് മുകളിൽ എഴുതി. സോ മൈനസ് 1 ബൈ ആർ. ഓക്കെ, അത് കൊടുത്തു, മൈനസും മൈനസും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ വി ഗോട്ട് ദി ആൻസർ VA minus VB equal to Q by 4 pi epsilon 0 into 1 by R1 minus 1 by R2. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാല്. കൃത്യമായിട്ട് കാര്യം മനസ്സിലായോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാണ്. ഇതിന്റെ ആദ്യത്തെ ഈ ഒരു പാർട്ട് മാത്രം ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ആ ഹെഡിങ് ഉൾപ്പെടെയുള്ള ആദ്യത്തെ ഒരു പാർട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഇയാളെ മാറ്റി. ഓക്കെ, എനിക്ക് അടുത്തൊരു ക്വാണ്ടിറ്റിയും കൂടെ പറയാൻ അവിടെ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഭാഗം മാറ്റിയത്. സെയിം ടൈം എനിക്കത് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോഴും സർ പറഞ്ഞില്ല അതെങ്ങനെയാ എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പോ ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട് ഇവിടെ, ഇത് പോസിറ്റീവ് ആണ്. നമ്മൾ കൊണ്ടുവരുന്നത് യൂണിറ്റ് പോസിറ്റീവിനാണ്. സോ ഇത് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോ ഇയാള് ആ വരവിനെ മീൻസ് അക്സെപ്റ്റ് ചെയ്യോ അതോ ഒപ്പോസ് ചെയ്യോ? നോ ഡൗട്ട് ഒപ്പോസ് ചെയ്യും. ഇയാൾ ഇങ്ങോട്ട് തള്ളും. സെയിം ടൈം നമുക്ക് ഈ ചാർജിനെ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചേ പറ്റൂ. എന്താ നമ്മൾ ചെയ്യാ? നമ്മൾ മസിലൊക്കെ പിടിച്ച് മിസ്റ്റർ കേരള സ്റ്റൈലിൽ ബലം പിടിച്ചാണ് കൊണ്ടുപോകും അല്ലെ? അങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ വർക്കിന് അല്ലെങ്കിൽ ആ ഫീൽഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണോ ഒപ്പോസ് ചെയ്യാണോ ചെയ്തത്? നോ ഡൗട്ട് അറ്റ് ഓൾ വി ആർ ഒപ്പോസിംഗ് ദ ഫീൽഡ്. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ വരട്ടെ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ വെച്ചുകൊടുത്തത് നെഗറ്റീവ് ആണെങ്കിലോ എന്ന് ചിന്തിച്ച കുറെ മഹാന്മാർ ഇപ്പോൾ ഇരിക്കണ്ടോ? ഉറപ്പല്ലേ? ഓക്കെ, സോ അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇയാളെ പോസിറ്റീവിനെ പിടിച്ചു വലിക്കുക ചെയ്യാം. രണ്ടായാലും പ്രശ്നമാണ്. കാരണം ഡെഫിനിഷനിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എനി ആക്സിലറേഷൻ. സോ നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇയാള് തള്ളിയാൽ നമ്മളെ സ്പീഡ് കുറയും. അപ്പൊ നമ്മൾ അതിനെതിരായിട്ട് വർക്ക് ചെയ്യണം. ഇനി നമ്മൾ വരുമ്പോ തന്നെ ഇയാള് പിടിച്ചിട്ട് വലിച്ചാൽ നമ്മളെ സ്പീഡ് കൂടിയില്ലേ? അങ്ങനെ കൂടുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പിന്നിലേക്ക് വലിക്കേണ്ടി വരും. ഓക്കെ, നമ്മളെ നാട്ടിലൊക്കെ ചില പശുക്കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. പശുക്കുട്ടീനെ തൊഴുത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിയാൽ പശുക്കുട്ടി എന്ത് ചെയ്യും? ഒറ്റ ഓട്ടമായിരിക്കും. ആ കയറ് പിടിച്ച് നിൽക്കുന്ന ആളെയും കൊണ്ട് ഒരൊറ്റ ഓട്ടം. ഓക്കെ, അങ്ങനെ ഓടുമ്പോ ആ പശുക്കുട്ടി നിന്നപ്പോ എന്നത് സ്പീഡിൽ ഓടത്തെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പീഡിൽ മുന്നിക്കാണ്ട് ഓടിയാൽ അപ്പൊ മിക്കവാറും സംഭവിക്കാം പശുക്കുട്ടി നമ്മളെ പിന്നിലേക്ക് വലിക്കും, ഓടാൻ സമ്മതിക്കാതെ. സോ അതിനൊരു സ്പീഡ് ഉണ്ട്, അതിലാ പോവാ. ഓക്കെ, ചിലപ്പോ മൂപ്പര് നല്ല സ്പീഡിലാണ് പോകും, ചിലപ്പോ പിന്നിക്ക് വലിക്കും. ഇതേ സ്റ്റൈല് നമ്മൾ ചെയ്യേണ്ടി വരും. ഇയാള് പിന്നിലേക്ക് വലിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കണം. ഇനി ഇയാള് സ്പീഡിൽ വലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ചാർജിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങും.
അപ്പൊ നമ്മൾ അതിനെ എതിർക്കണം, പിന്നിലേക്ക് വലിച്ച് പതുക്കെ 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 എന്ത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കണം അല്ലെ. ഇത് നമുക്കറിയാം, നമ്മള് ഒരു കയറ്റം കയറി പോകുമ്പോ നല്ല സ്ലിപ്പറി ആയ സ്ഥലമാണ് വിചാരിക്കാം, അവിടെ ആക്ട് ചെയ്യണ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. ആക്ട് ചെയ്യണത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ അല്ലെ. നമ്മുടെ സ്ലിപ്പറി ആയ സ്ഥലത്ത് കൂടെ ഒരാളാണ് കയറി പോവാണെങ്കിൽ അയാൾ എന്താ ചെയ്യാ, താഴേക്ക് വീഴാതെ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, മേപ്പെട്ട് കയറി പോവാണ്. സ്ലിപ്പറി ആയ വഴി കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും യൂണിഫോം സ്പീഡിലാണ് പോവുക. അവിടെ ആക്സലറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആക്സലറേഷൻ ഉണ്ടായാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കാണാൻ നല്ല കാഴ്ചയായി മാറും ചിലപ്പോ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ കയറുമ്പോ നമ്മൾ പേടിക്കുക എന്താണ്, താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യണമെന്നാണ്. ഓക്കെ, ഇനി ഒരുത്തൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാണ്, ഇവൻ ഗ്രാവിറ്റേഷൻ സപ്പോർട്ട് ചെയ്യാണോ ചെയ്യാ? നെവർ. അവൻ എന്താ ചെയ്യാ, അവൻ പരമാവധി പിന്നിലേക്ക് നീങ്ങിയിട്ട് എന്ത് ചെയ്യും, സ്ലോവിൽ ഇറങ്ങി പോരാ ചെയ്യാം. ഈ രണ്ടും നമുക്കറിയാലോ. സോ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഗ്രാവിറ്റിനെ ഒപ്പോസ് ചെയ്യാണ്, താഴേക്ക് ഇറങ്ങുമ്പോഴും തന്നെയാണ് ഗ്രാവിറ്റിനെ ഒപ്പോസ് ചെയ്യാണ്. എന്തിനു വേണ്ടി മാത്രം? യൂണിഫോം വെലോസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരേ പോരല് പോരാൻ. ഇവിടുന്ന് വരണോ വളരെ ഫ്രീ ആണ്, എന്ത് ചെയ്താൽ മതി, ഒറ്റ പോരലാണ് പോകുന്നത്, അതിവേഗം താഴെ എത്തും. ബട്ട് ഇറ്റ് വിൽ ബി അൻ ആക്സിലറേറ്റഡ് മോഷൻ. ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, സോ അപ്പൊ ഇലക്ട്രിക് ഫോഴ്സ് നമ്മളെ എതിർത്താൽ അതിനെ എതിർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുക്കും. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അതും വേണ്ട എന്ന് പറയും. രണ്ടും വേണ്ട, നമുക്ക് ഒരേ സ്പീഡിൽ അങ്ങനെ പോകാനാണ് താല്പര്യം. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ സാറല്ലേ പറഞ്ഞ കുറച്ച് മുന്നേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളതിന് ഡെഫിനിഷൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്? ഇല്ല, സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഡെഫിനിഷൻ പറയാറുണ്ട്. ഓക്കെ, എന്നാലും നമ്മളൊരു ഡെഫിനിഷൻ പറയാറുണ്ട്. ആ സംഭവം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം, നേരത്തെ പറഞ്ഞ പോയിന്റ്, ഇത് r ഡിസ്റ്റൻസില് നമുക്ക് ചാർജിനെ എത്തിക്കേണ്ട പോയിന്റ്. ഇത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസില് ഇൻഫിനിറ്റിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നീക്കാനുള്ള വർക്ക് ഡൺ. അതിന്റെ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റിന്ന് പർട്ടിക്കുലർ പോയിന്റ് വരെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നീക്കാനുള്ള വർക്ക് ഡൺ, അതിനെ വിളിക്കണ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സമ്മതിക്കില്ല സർ, അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പേടിക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നിയമം ഒരിക്കൽ കൂടെ നോക്കൂ. ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ നീങ്ങാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, വി എ മൈനസ് വി ബി എന്നല്ലേ പറഞ്ഞേ. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത്? ആക്ച്വലി വി പി മൈനസ് വി ഇൻഫിനിറ്റി ദാറ്റ്സ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അതാണ് പറഞ്ഞത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആക്ച്വലി it's actually potential difference between the point P and infinity. Clear? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവമില്ല, അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് നമുക്കൊന്നും അറിയാത്തൊരു സ്ഥലമാണല്ലോ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ നമ്മൾ സീറോ ആയിട്ടാണ് എടുക്കുന്നത്. അതൊരു അസംഷൻ ആണ്. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി വിൽ ബി സീറോ. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ആ സ്ഥലത്തിനെ നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യാം? ഇൻഫിനിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തെ പൊട്ടൻഷ്യൽ സീറോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വെറും വി പി എന്ന് മാത്രം എഴുതുന്നത്. അതിനെ പിന്നെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, സോ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളതിന് ഉത്തരം എഴുതേണ്ടി വരും, ഉറപ്പാണല്ലോ. സോ വളരെ ഈസി ആയിട്ട് നേരത്തെ ഡിഫൈൻ ചെയ്ത അതേ സ്റ്റൈലിൽ പറയാം. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ. എന്തിനുള്ള വർക്ക് ഡൺ? ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ. എവിടുന്ന്? ഫ്രം ഇൻഫിനിറ്റി. എങ്ങോട്ട്? ടു എ പെർട്ടിക്കുലർ പോയിന്റ്. എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ, without change in kinetic energy. It's a work done to bring a unit positive charge from infinity to a particular point against electric field without any acceleration, without change in kinetic energy. Logic clear? Okay. ഇനി
ഇതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചത്, സോറി ഇതിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചതെങ്കിൽ നോ പ്രോബ്ലം. ഇത് പഠിച്ച കുട്ടിക്ക് പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ ഫ്രീ ആണ്. ഈ ഡെറിവേഷൻ പഠിച്ച ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതും കൂടി ഇവിടെ എഴുതിയാൽ കംപ്ലീറ്റ് ആയില്ലേ, ഒറ്റ റോല് കിട്ടും. VA minus VB equal to W by Q. അപ്പൊ ഈ ഡെറിവേഷൻ ഇത് മാത്രമായി. ഓക്കെ, ഇനി ഇതേ ഡെറിവേഷൻ എഴുതാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ള അസൈൻമെന്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ യുവർ ഫസ്റ്റ് അസൈൻമെന്റ് ഇൻ ദിസ് വീഡിയോ, derive the expression for electric potential at a point. Electric potential at a point. ഇതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. സർ ഞങ്ങൾ ഡിറൈവ് ചെയ്യേ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. ഈ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സർ R2 എന്നുള്ള സ്ഥാനത്ത് ആദ്യത്തെ പോയിന്റ് ഇൻഫിനിറ്റി ആണ്, R1 എന്നുള്ള സ്ഥാനത്ത് R ആണ്. എവിടെ R2 കാണണോ അത് ഇൻഫിനിറ്റി ആക്കി മാറ്റുക, എവിടെ R1 കാണണോ അത് R ആക്കി മാറ്റുക. സോ ഈ എഴുതി പോകുന്നതൊക്കെ അതേപോലെ എഴുതുക ഇതുവരെ. ഇനി R2 എന്ന് കാണുന്നത് എന്താക്കി മാറ്റുക, ഇൻഫിനിറ്റി ആക്കി മാറ്റുക. R1 കാണുന്നത് എന്താക്കി മാറ്റുക, R ആക്കി മാറ്റുക. സോ ഞാൻ ആ ഇക്വേഷൻ മാത്രം ഇവിടെ എഴുതാണ്. V equal to Q by 4 pi epsilon 0 into. ഓക്കെ, ഇതില് R2 എന്നുള്ളത് ഇൻഫിനിറ്റി ആണ്, R1 എന്നുള്ളത് R ആണ്. അതും വേണ്ട, ഇത് നോക്കിയാ പോരെ. R1 പകരം R, R2 പകരം ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി നമ്മൾ നോർമലി 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ കിട്ടും 1 by 4 pi epsilon 0 Q by R. Electric potential equation is actually VP minus infinity, potential difference ആണ്. പക്ഷെ റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി ആവുകൊണ്ട് ആദ്യത്തെ വാല്യൂ നമ്മൾ 0 ആയി ട്രീറ്റ് ചെയ്തു. അപ്പോ V minus 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു V equal to 1 by 4 pi epsilon 0 Q by R, which is the expression for electric potential. Got it? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഈ രണ്ടെണ്ണം പഠിച്ച കുട്ടി അപ്പൊ നിങ്ങൾ എഴുതല്ലോ ഇതേപോലെ, അതാണ് ഇമ്പോസിഷൻ എഴുതുന്ന പോലെ അങ്ങനെ എഴുതി പോവാ. R2 കാണുന്നിടത്ത് ഇൻഫിനിറ്റി, R1 കാണുന്നിടത്ത് R, R2 കാണുന്നിടത്ത് ഇൻഫിനിറ്റി, R1 കാണുന്ന സ്ഥലത്ത് R, അങ്ങനെ പോരും. ഓക്കെ, അങ്ങനെ പോരുമ്പോ 1 by R minus 1 by infinity എന്ന് കിട്ടും. 1 by infinity 0 ആണ്. സോ പൊട്ടൻഷ്യൽ വിൽ ബി 1 by 4 pi epsilon 0 Q by R. Okay, so we got a new quantity, electric potential. അടുത്ത ചോദ്യം ഉറപ്പല്ലേ? What's the unit of potential? What's the dimension of potential? What is the unit of potential? What is the dimension of potential? പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എന്താണ്? ഓക്കെ സർ, അത് വളരെ സിമ്പിൾ അല്ലേ? Q കൂളം R മീറ്റർ, സോ കൂളം പെർ മീറ്റർ. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് കൂളം പെർ മീറ്റർ. അപ്പൊ ഇയാൾ എന്താ ഓണത്തിന് ഫ്രീ കിട്ടിയതാ? എപ്സിലോൺ 0 യൂണിറ്റും ഡയമെൻഷൻ ഒക്കെ അല്ലേ? സോ ഇത് വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ എപ്സിലോൺ 0 യൂണിറ്റും ഡയമെൻഷൻ ഒക്കെ കൊടുക്കണം. അത് കുറച്ച് സമയം ചെയ്യാനുണ്ട്. നമ്മൾ എപ്പോഴും സിമ്പിൾ വേ കൂടെ ആൻസറിലേക്ക് എത്താം, തരികിടെ കൂടെ അല്ല, സിമ്പിൾ ഈസി വേ കൂടെ ആൻസറിലേക്ക് എത്താം. അതാണല്ലോ നമ്മളെ ലക്ഷ്യം. സോ അതിനുവേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുക ഈ ഇക്വേഷൻ അല്ലേ? പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വരിക എന്താണ്? പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം, ജൂൾ പെർ കൂളം, അല്ലെങ്കിൽ അതിനെ വിളിക്കണ ഒറ്റ വാക്കാണ് വോൾട്ട്. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം, അല്ലെങ്കിൽ അതിനെ വിളിക്കണ ഒറ്റ വാക്കാണ് വോൾട്ട്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട്. വോൾട്ടേജ് നമ്മൾ പറയില്ല, അതന്നെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞ വോൾട്ടേജ് ആണ്. നമുക്ക് നല്ലോണം പരിചയമുള്ള ക്വാണ്ടിറ്റി ആണ് ഈ വോൾട്ടേജ്, കറണ്ട് എന്നൊക്കെ. ആ വോൾട്ടേജിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയാ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കാം. ഓക്കെ, സോ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. എന്തായിരിക്കാം പൊട്ടൻഷ്യലിന്റെ
ഡയമെൻഷൻ. ഓക്കെ, നോക്കാം പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ. നമുക്ക് ഇന്റഗ്രേഷൻ തൽക്കാലം ആവശ്യമില്ല, ഇന്റഗ്രേഷൻ നമുക്ക് കണ്ട് ഒഴിവാക്കാം. ഇന്റഗ്രേഷനെ നമ്മളെ ഈ ഗാർഡനിൽ പുറത്തേക്കാക്കി. ഓക്കെ, സോ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എന്താ വരിക? V എന്ന് പറഞ്ഞ W/Q. വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ നമുക്കറിയാലോ, mL² T⁻² by ചാർജിന്റെ ഡയമെൻഷൻ AT. ഓക്കെ, സോ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ വരിക ഇങ്ങനെയാണ്, mL² T⁻³ A⁻1. Okay, this is the dimension of potential. So unit അറിയാം, dimension അറിയാം. Unit joule per coulomb, dimension mL² T⁻³ A⁻1. അടുത്ത ചോദ്യം വരും, is it a scalar or vector? Is it a scalar or vector? No doubt work done is a scalar, charge is a scalar. മനസ്സിലായി സർ? രണ്ടും സ്കേലാർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്താവുള്ളൂ? അതന്നെ സ്കേലാർ. ഓക്കെ, വർക്ക് ഈസ് എ സ്കേലാർ, ചാർജ് ഈസ് എ സ്കേലാർ, സോ പൊട്ടൻഷ്യൽ വിൽ ബി എ സ്കേലാർ ക്വാണ്ടിറ്റി. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചു. ഈ രണ്ടെണ്ണവും പഠിച്ചാൽ അടുത്തൊരു ക്വാണ്ടിറ്റി ഫ്രീ കിട്ടും. ഇതെന്താ സർ, സൂപ്പർ മാർക്കറ്റോ? ആണ്, ഏകദേശം അതുപോലെയാണ്. ഒന്നെടുത്താ ഒന്ന് ഫ്രീ, രണ്ടെണ്ണം കൂടി എടുത്താൽ അടുത്ത വേറൊന്ന് ഫ്രീ. ഓക്കെ, ഈ പറഞ്ഞ കണ്ടീഷനിലാണ് ആക്ച്വലി ഇത് പോണത്. ഒന്ന് പഠിച്ചാൽ രണ്ടെണ്ണം ഫ്രീ കിട്ടും തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് against electric field without any acceleration, without change in kinetic energy. Electric potential of one point to another point എന്താക്കി മാറ്റിയാൽ മതി? Infinity to a point. It's a work done to bring a unit positive charge from infinity to a particular point against electric field without any acceleration, without change in kinetic energy. വേണമെങ്കിൽ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് എഴുതാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടി പഞ്ച് കിട്ടാൻ. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഇൻഫിനിറ്റിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റിന്ന് ക്യൂ ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ, അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇൻഫിനിറ്റിന്ന് ക്യൂ ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ, ആ വർക്ക് ഡണ്ണിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ ഒരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ വി, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ വി. അപ്പോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താവും? ഒരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ വി ആണെങ്കിൽ ക്യൂ ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? നോ ഡൗട്ട് അറ്റ് ഓൾ, QV. ഓക്കെ, സോ അത് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1/4πε0 Q1 Q2 divided by R, which is the expression for potential energy. U equal to 1/4πε0 Q1 Q2 divided by R. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഏതാണ്ട് ബോർഡ് നിറഞ്ഞെന്നു. അപ്പോൾ ഇതില് നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. വേഗം എഴുതിയെടുക്കും. ഓക്കെ, അതിന് മാക്സിമം 5 സെക്കൻഡ് ടൈം ആണ് നിങ്ങൾക്ക് അനുവദിച്ച് തന്നത്. സോ സ്പീഡിൽ എഴുതിയെടുക്കുക. ഓക്കെ, സോ അത് എഴുതിയെടുത്തു. ഇനി അടുത്തത് എന്താ സംശയം ചോദിച്ചേ? അതന്നെ, എന്തിനാണ് ഈ ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നെന്നുള്ളതാണ് ഒരാൾക്ക് വന്ന ഡൗട്ട്. ഓക്കെ, വളരെ ഈസി ആയിട്ടാണ് ഉത്തരം പറയാം. ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. E equal to 1/4πε0 Q/R². ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എനിക്കൊരു ഡൗട്ട്,
ഇങ്ങനെ ഒരു ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചാർജ് കാരണം എത്ര സ്ഥലം വരെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? ഈ ചാർജ് കാരണം എത്ര റീജിയൻ, എത്ര സ്പേസ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? വളരെ സിമ്പിൾ. ആ ചോദ്യം തിരിച്ചു വയ്ക്കാം. ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജ് കാരണം ഫീൽഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് ഈ പെന്നിനെ കൊണ്ടുപോയി വെക്കണം. എവിടെ ആയിരിക്കും എനിക്ക് ഈ പെന്നിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റുക? ഈ വാല്യൂ ഒരിക്കലും ഈ 0 വരണം. അതാണ് കണ്ടീഷൻ. 1/4πε0 ജന്മത്ത് 0 ആവൂല. കാരണം ഇതിനൊരു വാല്യൂ ഉണ്ട്, 9 × 10⁹. Q 0 ആവില്ല. കാരണം ഞാൻ തന്നെ പറഞ്ഞു ഒരു ചാർജിനെ ഞാൻ കൊണ്ടുപോയി വെച്ചു. 0 ചാർജിനെ കൊണ്ടുവച്ചും കണ്ട് വേണ്ടാത്ത പണികളൊന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ചാർജ് ഉണ്ട്. പിന്നെ ഈ ആറിനെ മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. ആറിന് ഏത് വാല്യൂ കൊടുത്താലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 വരിക? നോ ഡൗട്ട് അറ്റ് ഓൾ, R = ഇൻഫിനിറ്റി. ഓക്കെ, സോ ഒരു ചാർജിന്റെ ഫീൽഡ് നിന്ന് മറ്റൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഏതുവരെ പോകണം? ഇൻഫിനിറ്റി വരെ പോകണം. സോ ഒരു സ്ഥലത്ത് നിന്ന് ഇൻഫിനിറ്റി വരെ പോയാലാണ് ആ ഫീൽഡിന്റെ ക്ലച്ച് നിന്ന് പുറത്തെത്തുള്ളൂ. അപ്പൊ ആ ഫീൽഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കും സെയിം ആവൂലേ? ഇവിടുന്ന് ഇൻഫിനിറ്റിക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് തന്നെയല്ലേ ഇൻഫിനിറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കേസ് അവിടെ സെലക്ട് ചെയ്യാൻ കാരണം. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഇൻഫിനിറ്റി സെലക്ട് ചെയ്യാൻ കാരണം ഒരു ചാർജ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി ദ ഫീൽഡ് വിൽ എക്സിസ്റ്റ്. സോ ഫീൽഡിന്റെ ക്ലച്ചിൽ നിന്ന് നമുക്ക് അതിനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഏതുവരെ കൊണ്ടുപോകണം? ഇൻഫിനിറ്റി വരെ കൊണ്ടുപോകണം. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇതാണ് ഫീൽഡിന്റെ ഇക്വേഷൻ. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ 1/4πε0 Q/R. ഇത് ഫീൽഡിന്റെ ഇക്വേഷൻ, ഇത് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ഈ രണ്ടും കൂടിയും ഒന്നിച്ചെഴുതിയതിന്റെ ഉദ്ദേശം എന്താവും? ഈ രണ്ടും ഒരുമിച്ച് എഴുതിയതിന്റെ ഉദ്ദേശം മനസ്സിലായി സർ? അവര് തമ്മിലുള്ള റിലേഷൻ എന്താന്ന് കിട്ടാനാണ്. എന്തായിരിക്കും ഇവര് തമ്മിലുള്ള റിലേഷൻ? E and V. ഓക്കെ, സോ E and V എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. ഈ V എന്നുള്ളതില് എന്ത് കൂടെ വന്നാൽ അത് E ആയിട്ട് മാറും? വിന്റെ ഡിനോമിനേറ്ററിൽ ഒരു ആറും കൂടിയും വന്നിരുന്നെങ്കിൽ അത് E ആയിട്ട് മാറുമായിരുന്നു. സോ റിലേഷൻ ആയില്ലേ? E = V/R, അല്ലെങ്കിൽ V = E × D. ഇത് കാണിക്കാൻ NCERT സുന്ദരമായ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. E and V ഇവിടെ. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസും E/V അല്ല കേട്ടോ, ഇയും വിയും. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ ഗ്രാഫ് തന്നത്. ഓക്കെ, ഒന്നിങ്ങനെ. രണ്ടാമത്തെ ഗ്രാഫ് തന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെയാണ്. ഇതില് ഏതായിരിക്കും ഫീൽഡ്, ഏതായിരിക്കും പൊട്ടൻഷ്യൽ? 100% ഉറപ്പല്ലേ? ഇത് പൊട്ടൻഷ്യൽ ആണ്, ഇത് ഫീൽഡ് ആണ്. കാരണം ഡിസ്റ്റൻസ് കൂടുന്തോറും പെട്ടെന്ന് റെഡ്യൂസ് ആവുക. പൊട്ടൻഷ്യൽ ആവോ ഫീൽഡ് ആവോ? ഫീൽഡിന് സ്ക്വയർ അല്ലേ, പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ആണ് കുറച്ച് മുകളിൽ ഉണ്ടാവുക. ഇത് പൊട്ടൻഷ്യൽ, ഇത് ഫീൽഡ്. സംശയമൊന്നുമില്ലല്ലോ. ഒന്ന് പാരബോളിക് ആണ്, രണ്ടാമത്തെ റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആണ്. ഇത് പാരബോളിക് ഷേപ്പ് ആണ്, കാരണം പവർ 1/r². ഓക്കെ, ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് 1/r. രണ്ടിന്റെയും ഗ്രാഫിന്റെ സ്റ്റൈൽ നമുക്കറിയാം. ഓക്കെ, ശരിയല്ലേ? ഈ പറഞ്ഞ രണ്ടെണ്ണോ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കണം. ചാർജ് എപ്പോഴും എവിടുന്ന് എങ്ങട്ടാ ഒഴുകുക? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണോ അതോ ലോവർ പൊട്ടൻഷ്യൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണോ ഒഴുകുക? ചാർജ് ഒഴുകുക എല്ലാ സമയത്തും എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എല്ലാ സമയത്തും ചാർജ് ഒഴുകി പോവാം എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ പണ്ടൊന്ന് എയിംസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ എൻട്രൻസ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? എ ചാർജ് വിൽ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. A charge will move from lower potential to higher potential. എയിംസിന്റെ ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ നമുക്കറിയാം. അസേർഷൻ റീസൺ സ്റ്റൈലിലാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്.
അതിൽ അസേർഷൻ ആയിട്ടാണ് പറഞ്ഞത് എ ചാർജ് വിൽ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. പിന്നെ റീസൺ തന്നിട്ടുണ്ട് താഴെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എ ചാർജ് വിൽ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, അതായിരുന്നു അസേർഷൻ. റീസൺ ആയിട്ട് അവർ പറഞ്ഞത് the charge considered is charge of electron or the charge considered is electron. ഇതായിരുന്നു അവർ പറഞ്ഞ റീസൺ. അതിന്റെ റൈറ്റ് ആൻസർ വന്നിരുന്നത് assertion and reason are correct and reason is the correct explanation of assertion. ഓപ്ഷൻ എ അങ്ങനെ ആയിരിക്കും എപ്പോഴും വരിക. അസേർഷനും റീസണും ശരിയാണ്. റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അത് പല രീതിയിലും വരും. അസേർഷനും റീസണും തെറ്റാണ്, അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. അസേർഷനും റീസണും ശരിയാണ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അങ്ങനെയാണ് എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് വരാം. അതില് ഫസ്റ്റ് ഓപ്ഷൻ ആണ് വന്നിരുന്നത് ചാർജ് വിൽ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. അതിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ദ ചാർജ് കൺസിഡേർഡ് ഈസ് ഇലക്ട്രോൺ. എന്റെ തരികിട മനസ്സിലായോ? ഒരു നെഗറ്റീവ് പ്ലേറ്റ്, ഒരു പോസിറ്റീവ് പ്ലേറ്റ്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് പ്ലേറ്റിനല്ലേ ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, നെഗറ്റീവ് ആണ് ലോവർ പൊട്ടൻഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഒരു ഇലക്ട്രോൺ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഇലക്ട്രോൺ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വരുമോ, പോസിറ്റീവിന്റെ അടുത്തേക്ക് പോവോ? നോ ഡൗട്ട് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്കാണ് പോവാ. ഓക്കെ, സോ ഇലക്ട്രോൺ ഇവിടുന്ന് എങ്ങോട്ടാണ് നീങ്ങിയേ? ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് നീങ്ങിയത്. Electron can travel from lower potential to higher potential. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ ആ ചോദ്യം ആലോചിക്കുക. എന്താണ്? Can a charge move from lower potential to higher potential? നമ്മൾ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ അതിന് വരുന്ന രൂപമാറ്റം ഇങ്ങനെ ആയിരിക്കും. സോ കോൾഡ് മ്യൂട്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, സോ അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ട് മാറും. എങ്ങനെ? Can a charge move from lower potential to higher potential? And the answer is simple, yes. In the case of electron, it will move from lower potential or from negative to higher potential to positive. Okay, കൃത്യമായിട്ട് ഐഡിയ കിട്ടിയോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Can we apply a charge of 1 coulomb to a sphere of radius 1 centimeter? Can we apply a charge of 1 coulomb to a sphere of radius 1 centimeter? അതെന്താ സാർ, നിങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. എന്നാ കാണൂ, എന്റെ ആൻസർ കാണൂ. വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് എന്റെ ആൻസർ കാണാം. ചെയ്യേണ്ടത് അവിടെ ഉണ്ടാവണ പൊട്ടൻഷ്യൽ എത്രയെന്നാണ് കാണുന്നത്. അവിടെ ഉണ്ടാവണ പൊട്ടൻഷ്യൽ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു ചാർജ് തന്നു, ഒരു ഡിസ്റ്റൻസ് തന്നു, പൊട്ടൻഷ്യൽ കാണണം. ഒരു ചാർജ് തന്നു, ഒരു ഡിസ്റ്റൻസും തന്ന പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. അതിലൊരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ചാർജിന്റെ സൈൻ ഇവിടെ കൊടുക്കണം, നിർബന്ധ. ഇപ്പൊ നമുക്ക് തന്ന ചാർജ് -q എന്നാണെങ്കിൽ ഇവിടെ -q എന്ന് കൊടുക്കണം. നമുക്ക് തന്ന ചാർജ് +q എന്നാണെങ്കിൽ ഇവിടെ +q എന്ന് കൊടുത്താൽ മതി. 1/4πε0 charge with its sign divided by distance, that is potential. Okay, so potential equation നമുക്കറിയാലോ, 1/4πε0 q divided by r. 1/4πε0 ന്റെ വാല്യൂ ഞങ്ങൾക്കറിയാം സർ, 9 × 10⁻⁹. ഓക്കെ, സോ നിങ്ങൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനുശേഷം വെറുതെ ഒന്ന് ചെയ്യാം. ചാർജ് തന്നിട്ടുണ്ട് 1 കൂളം, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1. അപ്പൊ ആൻസർ ആയില്ലേ? ആയി. എത്ര കിട്ടുക? 9 × 10⁻⁹. ശരിയാണോ? ഇങ്ങനെ ചെയ്ത് വെച്ചാ എക്സാമിന് മിക്കവാറും ബിഗ് 0 ആയിരിക്കും കിട്ടുക. കാരണം ഇവിടെ തന്ന ഡിസ്റ്റൻസ് സെന്റിമീറ്ററിലാണ്.
ഓക്കെ, സെന്റിമീറ്ററിനെ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അത് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അതിന് മാറ്റാൻ 10⁻². So you will get the answer 9 into 10⁻11 volt. വീണ്ടും എഴുതിയാൽ മതി, ഞാനൊരു തമാശക്ക് എഴുതിയെന്ന് മാത്രം. ഓക്കെ, 9 into 10⁻11 volt. സിമ്പിൾ, കൊടുക്കാലോ അല്ലെ? 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ മുകളിലേക്ക് ഒരു കൂളം ചാർജ് കൊടുത്താൽ എന്താ കുഴപ്പം? അതിന്റെ പൊട്ടൻഷ്യൽ ഇത്ര വരും, അതല്ലേ പ്രശ്നമുള്ളൂ. സത്യം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പം ഇതാണ്, ഇടിമിന്നലിന്റെ വോൾട്ടേജ് അറൌണ്ട് 10⁻6 വോൾട്ട് ആണ്. ഇതിന് എയറിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്തിനെ ഓവർകം ചെയ്തിട്ട് ആറ്റങ്ങളെ അയണൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഇത്രയും വലിയ വോൾട്ട് വന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആറ്റങ്ങളൊക്കെ മൂപ്പർ എന്ത് ചെയ്യും? എനർജിയാണ് കൊടുത്തിട്ട് അയോൺസ് ആക്കി മാറ്റും. അയോൺസ് എന്ന് പറഞ്ഞ ചാർജ് കാരിയേഴ്സ് ആണ്. സോ അതുകൂടെ മൂപ്പര് സുഖമായിട്ട് ഇറങ്ങിയാണ് പോകും. അതുകൊണ്ടല്ലേ ക്ലൗഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ഭൂമിയിലേക്ക് എത്തണോ? എയർ എന്ന് പറഞ്ഞ ഇൻസുലേറ്ററിലൂടെ. കാരണം എയറിനെ അയണൈസ് ചെയ്ത് മൂപ്പർക്ക് പോരാനുള്ള വഴി മൂപ്പരുണ്ടാക്കും, എന്നിട്ട് ഭംഗിയായിട്ടാണ് പോരും. ഓക്കെ, ഈ പറഞ്ഞ കണ്ടീഷൻ ഏതിനുണ്ട്? 10⁻6 വോൾട്ടിന് തന്നെ സുഖമായിട്ട് എയർ കൂടെ രക്ഷപ്പെട്ടു പോകാനുള്ള കഴിവുണ്ട്. നമ്മളുടെ അടുത്ത് 10⁻11 വോൾട്ട് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ കുഴപ്പം അല്ലെ? ഇതിന്റെ 1,00,000 മടങ്ങ് അത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോലും നമുക്ക് ഉണ്ടാവില്ല. സോ ഈ വോൾട്ടേജ് ഉണ്ടാവണതിന്റെ എത്രയോ മുന്നേ തന്നെ ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങും? ആ സ്ഫിയർ ഒന്ന് ലീക്ക് ചെയ്ത് പുറത്തു പോകാൻ തുടങ്ങും. സോ can we apply a charge of 1 coulomb to a sphere of radius 1 centimeter എന്ന് ചോദിച്ചാൽ ആൻസർ നോ, പറ്റില്ല. അത്രയും വലിയൊരു ചാർജ് ആണ് കൊടുത്താൽ it will discharge through air. So we can't apply a charge of 1 coulomb to a sphere of radius 1 centimeter. ഇനി നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ തരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അത് അസൈൻമെന്റ് ആണ്. Find the radius of the sphere so that potential due to the sphere will be 10⁻6 volt. 10⁻6 volt. കുടുങ്ങിയ എന്തോ ഒരു സംഭവം വിട്ടില്ല അല്ലേ? Find the radius of the sphere. Find the radius of the sphere if the potential due to the sphere will be 10⁻6 volt if we are giving 1 microcoulomb charge to the sphere. Apply complete ആവുള്ളൂ. If we are giving 1 microcoulomb charge to the sphere. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. Find the radius of the sphere required so that potential on the surface of the sphere is 10⁻6 volt if you are giving 1 microcoulomb charge. Okay, potential at the surface of the sphere തൽക്കാലം നമുക്ക് തന്നെ എടുക്കാം. ഭാവിയിൽ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകും. തൽക്കാലം ഇതന്നെ എടുത്തോളൂ. ആ റേഡിയസ് തന്നെ അവിടെ എടുത്തോളാം. ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ആ പറഞ്ഞതില് കൃത്യമായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. Yeah, then we can move to next. അടുത്ത ക്വസ്റ്റ്യൻ. Show that electric field is negative gradient of potential. Show that electric field is negative gradient of potential. Show that electric field is negative gradient of potential. Okay, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാൻ. എങ്ങനെ എന്ന് ചോദിച്ചാൽ വി എന്നുള്ളതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. എങ്ങനെയാ? മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. ഓക്കെ, ഫ്രം ഇൻഫിനിറ്റി ടു ആർ ആണോ ഓർ ഫ്രം ആർ ടു ഇൻഫിനിറ്റി ആയിരുന്നില്ലേ? ആണോ? എനിക്കറിയില്ല. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് പ്രകാരം എങ്ങനെയാ ഉണ്ടായിരുന്നത്? ഇൻഫിനിറ്റി ടു ആർ ആണോ ആർ ടു ഇൻഫിനിറ്റി ആണോ? സംശയമൊന്നുമില്ല. എങ്ങനെയാണ്? ഇൻഫിനിറ്റി ടു ആർ അല്ലേ? നമ്മൾ ആദ്യത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി അല്ലെ? സോ ഇവിടെ നിങ്ങട്ടല്ലേ കൊണ്ടുവന്നത്? അപ്പോ വി പി മൈനസ് വി ഇൻഫിനിറ്റി അല്ലേ നമ്മൾ ചെയ്തത്? വി പി മൈനസ് വി ഇൻഫിനിറ്റി ചെയ്യുമ്പോ ഇവിടെ എന്താ വന്നിരുന്നത്? ആർ. ഇവിടെ എന്താ വന്നത്? ഇൻഫിനിറ്റി. ശരിയല്ലേ? ആണോ?
അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇങ്ങനെ വന്നപ്പോഴല്ലേ നമുക്ക് നേരത്തെ ആൻസർ കിട്ടിയത്, സംശയമൊന്നുമില്ലല്ലോ. തൽക്കാലം നമുക്ക് ഇവിടെ എന്ത് ലിമിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, തല്ലുണ്ടാക്കണ്ട, വീഡിയോ ബാക്കിലേക്ക് അടിച്ചു നോക്കി നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഡെറിവേഷൻ കിട്ടും. എനിക്കിത് മതി തൽക്കാലം. ഇതാണ് ഇക്വേഷൻ എങ്കിൽ വാട്ട് ഷുഡ് ബി ഡി വി? വാട്ട് ഷുഡ് ബി ഡി വി? നമുക്കറിയാം ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ സോറി, അയ്യോ തെറ്റിച്ചു, വെരി സോറി. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഡബ്ല്യു എന്താ കിട്ടുക? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. എന്റെ ഭാഷയിൽ പറഞ്ഞ ഡി ഡബ്ല്യുവിനെ ഡബ്ല്യു ആക്കാൻ ഇന്റഗ്രൽ സൈൻ ഇട്ട് കൊടുക്കുക. ഡി ഡബ്ല്യുവിനെ ഡബ്ല്യു ആക്കാൻ ഇന്റഗ്രൽ സൈൻ ഇട്ട് കൊടുക്കുക. ഡി ഡബ്ല്യുവിനെ ഡബ്ല്യു ആക്കാൻ ഇന്റഗ്രൽ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ഡബ്ല്യുവിനെ ഡി ഡബ്ല്യു ആക്കണമെങ്കിലോ സിമ്പിൾ, ഇന്റഗ്രൽ സൈൻ മായ്ച്ചു കളയാ. ഡി ഡബ്ല്യു ഡബ്ല്യു ആക്കണമെങ്കിൽ ഇന്റഗ്രൽ സൈൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയ ഫോം കാണാം. അപ്പൊ ഇതിന്റെ ചെറുത് കാണണമെങ്കിൽ ഇതിന്റെയും ചെറുത് കാണാം. ഇതിന്റെ ചെറുത് കാണാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ സൈൻ മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും മൈനസ് ഇ ഡോട്ട് ഡി ആർ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടില്ലേ? ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഓക്കെ, NCERT-യില് ഈ ഏരിയയില് ഇറ്റാലിക്സിൽ കൊടുത്ത രണ്ട് സെന്റൻസുകൾ ഉണ്ട്. നല്ല രസമുള്ള രണ്ട് സെന്റൻസുകൾ. ഒന്നാമത്തെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. പിന്നെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, electric field is the direction in which potential reduces at the steepest. Electric field is the direction in which potential reduces at the steepest. Meaning വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലാണ് പൊട്ടൻഷ്യൽ വളരെ പെട്ടെന്ന് റെഡ്യൂസ് ആവുക. ഓക്കെ, പണ്ട് IIT-ന്റെ ഫസ്റ്റ് പേപ്പറിൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞ JEE മെയിനിൽ ചോദിച്ച ചോദ്യം 2013 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിൽ ചോദിച്ച ചോദ്യം. 2013 ഒന്നും കൂടി മോഡിഫൈഡ് ഫോം ആണ് ചോദിച്ചത്. ഞാൻ IIT-ന്റെ ഫസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഒരു ആരോ വരച്ചു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. എന്നിട്ട് 4 പോയിന്റ് സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് 1, രണ്ടാമത്തെ പോയിന്റ് 2, മൂന്നാമത്തെ പോയിന്റ് 3, നാലാമത്തെ പോയിന്റ് 4. ചോദ്യം ഇതായിരുന്നു, ഔട്ട് ഓഫ് ദിസ് വിച്ച് പോയിന്റ് ഹാസ് മോർ പൊട്ടൻഷ്യൽ എന്നാണ്. ഔട്ട് ഓഫ് ദിസ് വിച്ച് പോയിന്റ് ഹാസ് മോർ പൊട്ടൻഷ്യൽ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. Very simple. This is the direction of electric field. So this is the direction in which potential reduces at the steepest. So ഈ ഡയറക്ഷനിലാണ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറയുക. അപ്പൊ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുക ഏത് ഡയറക്ഷനിലായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. സോ അറ്റ് ദ പോയിന്റ് 4 പൊട്ടൻഷ്യൽ വിൽ ബി മാക്സിമം. ഐഡിയ ക്ലിയർ അല്ലേ? എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്തത്. ഓക്കെ, ബാക്കി ഗാർഡനുകൾ സന്ദർശിക്കാൻ നമുക്ക് വീണ്ടും അവസരങ്ങൾ വരും. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അടുത്ത ഗാർഡനിലേക്കുള്ള യാത്ര ആരംഭിക്കും. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പൊട്ടൻഷ്യൽ എന്നതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൽ എന്താണോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കമന്റുകൾ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.